നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എപ്പോഴാണ് നിങ്ങൾക്ക് നടന്ന് കിട്ടുന്നത് എന്നാണ് നോക്കുന്നത്. വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നടന്ന് കിട്ടണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ച് കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് വന്നു ചേരാൻ ഇഷ്ടദേവതയോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഇവിടെ തന്നിട്ടുള്ള ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം മാത്രം തിരഞ്ഞെടുക്കുക. ആദ്യമായിട്ട് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾ ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും ഒക്കെ ഒരുപാടുള്ള വ്യക്തികളാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ എടുക്കേണ്ടി വന്ന പല തീരുമാനങ്ങളും പലപ്പോഴും തെറ്റായി വന്ന് ഭവിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ മൂലം പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നത് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ധാരാളം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അവിടെയെല്ലാം ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, ശരിയായ രീതിയിൽ ഏതൊരു കാര്യത്തെയും കൈകാര്യം ചെയ്യാനൊക്കെയുള്ള ഒരു കഴിവ് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് നിങ്ങളുടെ ഫലം പറയുന്നുണ്ട്. പുറമേ കുറച്ച് ഗൗരവമൊക്കെ കാണിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ചു കാണിക്കാനൊന്നും നിങ്ങൾ താല്പര്യപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളൊരു സ്നേഹമില്ലാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും നേരിടാൻ പാകത്തിനുള്ള തൻ്റെ ഇടവും മനോബലവും ഒക്കെ നിങ്ങളിലുണ്ടെന്നുള്ള ചിന്തയാണുള്ളത്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിഷ്കളങ്കരാണ്, സ്നേഹസമ്പന്നരാണ്. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അവരെ കെയർ ചെയ്യുന്നതും നിങ്ങൾ തന്നെയാണെന്ന് പറയാം. പക്ഷേ മറ്റുള്ളവർ അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അതുപോലെ തന്നെ വീടിനും വീട്ടുകാർക്കുമൊക്കെ നിങ്ങൾ മനസ്സിൽ വലിയൊരു സ്ഥാനം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാനുള്ള ഒരു മനോബലം നിങ്ങൾക്കില്ല എന്ന് തന്നെ പറയാം. പുറമേ പക്വതയുള്ളവരെ പോലെ നിങ്ങൾ പെരുമാറുമെങ്കിലും കുഞ്ഞുങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്കുള്ളത്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും വളരെ വൈകിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. പലർക്കും വളരെ പെട്ടെന്ന് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ കാര്യത്തിൽ വളരെ വൈകിയാണ്, ഒരുപാട് കാത്തിരിപ്പിന് ശേഷമായിരിക്കും വന്ന് ചേർന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ അങ്ങനെ കാത്തിരുന്ന് നേടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് നിലനിൽക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യം നേടണം എന്നാഗ്രഹിച്ചാലും ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ നേടിയെടുക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് അമിതമായി ടെൻഷൻ അടിക്കാനൊന്നും നിങ്ങൾ നിൽക്കാറില്ല. നിങ്ങൾ അതിനുവേണ്ടി ക്ഷമയോട് കൂടി തന്നെ കാത്തിരിക്കുന്നതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു കാര്യം നിങ്ങൾക്ക് വന്നു ചേരും എന്ന ഉറച്ച വിശ്വാസം നിങ്ങളിലുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യവും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടന്നു കിട്ടും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത്. എന്നാൽ ക്ഷമയോടുകൂടി കുറച്ച് സമയം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കാത്തിരിപ്പിനുള്ള ഫലം നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഇഷ്ടദേവതയുടെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ആ ഒരു അനുഗ്രഹം ഉള്ളിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയമുണ്ടാവുകയില്ല. സന്തോഷവും സമാധാനവും വലിയ വിജയങ്ങളും തന്നെയാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. കുറച്ച് സമയം എടുത്തിട്ടായാലും നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ഒരു ഫലമാണ് നിങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആ ഒരു കാര്യത്തിന് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഇതിൽ പറഞ്ഞ ഫലങ്ങളൊക്കെ 100% എല്ലാവർക്കും നടന്ന് കിട്ടും എന്ന് ഉറപ്പ് പറയുന്നില്ല. എങ്കിലും 80-90% ആളുകൾക്കും നടന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വഭാവവും ജീവിത സാഹചര്യങ്ങളും ഫലങ്ങളും ഒന്നും
എല്ലാവർക്കും ഒരുപോലെ ശരിയായിട്ട് വരണമെന്നില്ല, പലർക്കും തെറ്റാവാം. റീഡിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിയായി വന്നാൽ മാത്രം ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി രണ്ടാമത്തെ ചിത്രമായ മയിലിനെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾ തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയാണ്. ഈശ്വരനോടുള്ള ഭക്തിയും ഭയവുമൊക്കെ നിങ്ങളിൽ ധാരാളമായിട്ടുണ്ട്. സ്വന്തം അഭിപ്രായങ്ങൾക്കും സ്വന്തം തീരുമാനങ്ങൾക്കുമൊക്കെ വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകാറുണ്ട്. ഒരിക്കലും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് തന്നെ പറയാം. ഏതൊരു കാര്യത്തിനും സ്വന്തം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അല്ലെങ്കിൽ സ്വന്തമായി തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു കഴിവും തൻ്റെടവുമെല്ലാം നിങ്ങളിലുണ്ട്. ഒരിക്കലും മറ്റുള്ളവരെ അനുകരിക്കാൻ നിങ്ങൾ ശ്രമിക്കാറില്ല. നിങ്ങൾ എന്താണോ അതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിൽ എത്ര തോൽവികൾ ഉണ്ടായാലും എത്ര തിരിച്ചടികൾ ഉണ്ടായാലും ഒരിക്കലും അവിടെ ഒന്നും നിങ്ങൾ തളരാറില്ല. വരാനുള്ളത് വന്നു, ഇനി അതിനെ എങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മറികടക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. പലർക്കും നിങ്ങളൊരു അഭിമാനവും അത്ഭുതവും ഒക്കെയാണ്. അതുപോലെ തന്നെ ഏതൊരു കാര്യം നേടിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും ആ ഒരു കാര്യത്തിന് വേണ്ടി എത്ര കഠിനമായി തന്നെ പരിശ്രമിക്കാനും മനസ്സുള്ളവരാണ് നിങ്ങൾ. ആരൊക്കെ നിങ്ങളുടെ മനസ്സ് തളർത്താൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ എത്ര തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നാലും ഒരിക്കലും നിങ്ങൾ പിന്നോട്ട് പോവാറില്ല. ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾ കഠിനമായി തന്നെ പരിശ്രമിക്കുന്നവരാണ്. അത് നിങ്ങളുടെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഇതിനോടകം തന്നെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. നിങ്ങളുടെ സാമീപ്യവും വാക്കുകളുമൊക്കെ പലർക്കും ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയുമൊക്കെ നൽകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഫലം പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്ന് കിട്ടും എന്ന്. നമ്മൾ ഏതൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാലും ആ ഒരു കാര്യത്തിന് വേണ്ടി നല്ല രീതിയിൽ തന്നെയുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈശ്വരൻ അതിനുള്ള മാർഗങ്ങളും നമുക്ക് കാണിച്ചു തരുന്നതാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഏത് കാര്യത്തിനും വേണ്ട രീതിയിൽ പരിശ്രമിക്കാൻ മനസ്സുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താനുള്ള പല മാർഗങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുന്നതാണ്. അതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരുമെന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്.